ശ്ലോകം 2. സമാനശീലാവി തദീയവല്ലഭ. തദീയവല്ലഭ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയ. ഏറ്റവും പ്രിയപ്പെട്ടവൾ, അതുകൊണ്ടാണ് പ്രിയ എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവൾ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സമാനശീലാവി. ഈ സുദാമാവിനെ പോലെ തന്നെ സമാനമായ സ്വഭാവത്തോടു കൂടി ഭക്തിയുള്ളവളായിരുന്നു. പക്ഷേ തഥൈവ അതുപോലെ അത്രത്തോളം സുദാമാവിനെ പോലെ ചിത്തജയം നോ സമേയുഷി മനസ്സിന് ജയിച്ചിട്ടില്ല. എന്താ കാരണം? കുട്ടികൾ ആഹാരമൊന്നുമില്ല. അപ്പോൾ കുട്ടികളുടെ ആരുടെ അടുത്ത് പോവുക? അമ്മയുടെ തേലയിൽ പോയി കടിച്ചു തൂങ്ങും ഇല്ലേ? അമ്മ എന്താ ചെയ്യുക? മകളെ തരാം, ആദ്യം വെള്ളം കൊടുക്കും, പച്ചവെള്ളം കൊടുക്കും, കുടിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. കുറച്ച് കഴിഞ്ഞ് ചോറ് തരാം, അച്ഛൻ പോയിരിക്കുകയല്ലേ, അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും. അപ്പോൾ സുദാമാവിനെ പോലെ തന്നെ അമ്മയുടെ പേര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഭാഗവതം എടുത്ത് നോക്കുമ്പോൾ കല്യാണി എന്നൊരു പേരുണ്ട്. അതല്ലേ നല്ലത്? നമുക്ക് കല്യാണി തന്നെ ആകട്ടെ. മംഗള സ്വരൂപിണി, അതാണ് കല്യാണി. അങ്ങനെ കല്യാണി തൻ്റെ ഭർത്താവിനെ പോലെ തന്നെ ഭഗവത് ഭക്തി ഉള്ളവളാണെങ്കിലും അത്രത്തോളം മനോനിയന്ത്രണം കിട്ടിയിട്ടില്ല. കാരണം കുട്ടികളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും കഥാചിദൂജേ ബദവൃത്തി ലബ്ധയേ. നമുക്ക് എന്തെങ്കിലും ജീവിക്കാനൊരു മാർഗം വേണ്ടേ? അങ്ങ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ദിവസേന പോയിട്ട് ആൾക്കാരോട് ചോദിച്ചിട്ട് കിട്ടുന്നതല്ലേ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പണി. വൃത്തി ലബ്ധയേ. ബ്രാഹ്മണനാണല്ലോ, അപ്പോൾ പൂജയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആക്കാം. അങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടാം. വൃത്തി ലബ്ധയേ. ആരെടുത്താ പോണ്ടേ? രമാപതിക്കും ന സഖാ നിഷേവ്യതേ. എന്നോട് എപ്പോഴും പറയാറില്ലേ, ആ കൂട്ടുകാരനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ടല്ലോ. ആ കൃഷ്ണനിലെ ഇപ്പോൾ ദ്വാരകയിൽ ഇരിക്കണേ. അത് ഇതിൻ്റെ പത്നിയല്ലേ ആ ലക്ഷ്മി, ഐശ്വര്യത്തിൻ്റെ ദേവത. അപ്പം അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടില്ലേ? രമാപതി, രമയുടെ പതി ഭർത്താവ്, ലക്ഷ്മിയുടെ ഭർത്താവ്, ലക്ഷ്മി നാഥൻ, ലക്ഷ്മി വല്ലഭൻ. കിം സേവ്യതേ നിഷേവ്യതേ. സേവ്യതേ പോരാ, നിഷേവ്യതേ. നിതരാം സേവ നിഷേവ. നന്നായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് പറഞ്ഞ് പൂജിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ അനേകം തവണ പറഞ്ഞു. പോകാം. പ്രിയല്ലേ പറയണത്, വയ്യാന്ന് പറയാൻ വയ്യ, പോകാം. ഇങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. പക്ഷേ എന്തുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പുണ്യപരിഭാഗം വന്നിട്ടില്ല, അതാണ് കാര്യം. ഇന്ന് രാവിലെ സനൽകുമാർജി ഞാനും കൂടി സംസാരിക്കുമ്പോൾ പറയായിരുന്നു, പല ആൾക്കാരും നാരായണീ പുസ്തകവും മറ്റുമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, വായിക്കാൻ സമയമില്ല. എന്തുകൊണ്ട്? പുണ്യപരിഭാഗം വന്നിട്ടില്ല. ആ പുണ്യപരിഭാഗം വരുമ്പോഴേ നമുക്കത് സാധിക്കുള്ളൂ. അങ്ങനെ കുറേ തവണ പറഞ്ഞു, കൊല്ലങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം.
അദ്ദേഹം എപ്പോൾ ചോദിച്ചാലും പോകാം പോകാം എന്നേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് പോകാത്തത്? ധനത്തിൽ ആഗ്രഹമില്ല. ധനം കിട്ടിയാൽ അഹങ്കരിക്കും. അപ്പം ഞാൻ ഭഗവാനെ മറക്കും. അത് പുറത്തു പറയില്ല, അത് മനസ്സിൽ വിചാരിച്ചിട്ട്.